നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പോരാ. Hallelujah. Hallelujah. Okay. സിസ്റ്റർ ഇന്നലെ പള്ളിയിൽ പോയപ്പോഴേ നിങ്ങൾ പള്ളിയിൽ കുറച്ച് പേരെ ഞാൻ കണ്ടായിരുന്നു. നിങ്ങളൊരു പാട്ട് പാടുന്ന കേട്ടല്ലോ. സിസ്റ്ററിന് ഒത്തിരി ഇഷ്ടമായി ആ പാട്ട്. പക്ഷെ പാടാൻ കിട്ടുന്നില്ല. ഒരു കുർബാന കഴിഞ്ഞിട്ട് കാറ്റസിമിലെ എല്ലാവരും ആ പാട്ടൊന്ന് പാടാവോ? വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ തമ്പുരാനെ തമ്പുരാനെ ദൈവപിതാവിന്റെ തൻ പ്രിയപുത്രന്റെ ദൈവപിതാവിന്റെ തൻ പ്രിയപുത്രന്റെ ദിവ്യാത്മാവിന്റെ ഉന്നത നാമത്തിൽ ആമേൻ ആമേൻ. ഓ നല്ല മിടുക്കരായിട്ട് പാടിട്ടോ. ഇത് ആരെ പഠിപ്പിച്ചേ? പള്ളിയിൽ പഠിപ്പിച്ചതാ അല്ലേ? ഓക്കെ, നല്ല മിടുക്കരായിട്ട്. ഇന്ന് എപ്പിസോഡ് തീരുന്ന മുമ്പ് എന്നെ പഠിപ്പിക്കണം കേട്ടോ ഈ പാട്ട്. എനിക്ക് ഇഷ്ടമായി ഈ പാട്ട്. ആ ഈ പാട്ട് പറഞ്ഞപ്പോഴാ ഓർത്തെ ഇന്ന് അടുത്തത് എന്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നേ? മറന്നുപോയല്ലോ. ക്ലാസ്സിൽ അല്ല, ഗെയിം അല്ലേ? ഓക്കെ, അപ്പൊ ഗെയിമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്നും ഗെയിം കളിച്ച് ബോറൊന്നും ആയില്ല ആരും? സിസ്റ്ററിന് ഇച്ചിരി ബോറടി ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇന്ന് ഗെയിം കളിക്കാൻ 2 പേര് മതി. 2 പേര് വേണല്ലോ ഇന്ന് ഗെയിം കളിക്കാൻ. ജോബ് ഒത്തിരി നാളായി കൈ പോകിട്ട്. ജോബും റിയ പോരെ. ജോബും റിയ. ഓക്കെ, ഈ ഗെയിമിനുണ്ടല്ലോ കുറച്ച് അറിവ് വേണം. എന്ത് വേണം? അതെല്ലാം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? എന്താണ്? എന്തോ കേട്ടില്ല. മൈകന്നെ ജോബ് എന്തോ രഹസ്യത്തിൽ പറഞ്ഞു. എന്താ ജോബ് പറഞ്ഞു? അറിവുണ്ടോ? ജോബ് വിശ്വസിക്കുന്നു. എന്ത് അറിവുണ്ടെന്ന് നമുക്ക് അന്ന് നോക്കാം. ജോബിനും റിയയ്ക്കും എത്രത്തോളം അറിവുണ്ടെന്ന് അല്ലേ? അപ്പൊ ഗെയിമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. നിങ്ങളെല്ലാവരും വിശുദ്ധരാകാൻ കൊതിക്കുന്നവരല്ലേ? ഇന്നത്തെ ഗെയിം വിശുദ്ധരുടെ കൂടെ കളിച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഗെയിം ഇങ്ങനെയാണ്. സിസ്റ്ററുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 വ്യക്തികളുടെ ഫോട്ടോസ് ഉണ്ട്. എന്തുണ്ട്? 2 വ്യക്തികളുടെ ഫോട്ടോ. പക്ഷെ ഇപ്പൊ ഒന്നും സിസ്റ്റർ അത് കാണിക്കില്ല. എന്ത് ചെയ്യണമെന്നറിയോ? ഇത് നമ്മള് ഇവര് 2 പേരുടെ അടുത്ത് ഇപ്പൊ കൊടുക്കൂല. പക്ഷെ സിസ്റ്റർ ഇവരുടെ ബാക്കിൽ ഇത് പിൻ ചെയ്യും. ഇവർക്ക് കാണാൻ പറ്റൂല. പക്ഷെ ആർക്ക് കാണാൻ പറ്റും? നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇവരെ നമ്മൾ സഹായിക്കണ്ടേ അല്ലെ? സഹായിക്കണോ നോക്കാം. നമ്മൾ എന്നും പഠിക്കുന്ന കാര്യമല്ല അല്ലെ? സഹായിച്ചു പഠിക്കണം നമ്മൾ. അപ്പൊ എന്ത് ചെയ്യണം? ഇവര് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ മിടുക്കനുസരിച്ചിരിക്കും ഗെയിമിന് ആരാ ജയിക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾ ചോദ്യം ചോദിക്കണം. പക്ഷെ ചോദ്യത്തിന്റെ റൂൾ എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ യെസ് ഓർ നോ ചോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിസ്റ്റർ ഞാൻ പറയാം, സുന്ദരിയാണോ സുന്ദരനല്ലേ? അപ്പൊ എന്താ ഒരു ഉത്തരം? അവരൊന്നും ഉത്തരം പറയില്ല. സുന്ദരിയാണോ? യെസ്. സുന്ദരി അല്ലേ? നോ. അവര് വെറും യെസ് നോ എന്നാ കേട്ടോ. യെസ് നോ എന്ന് മാത്രമേ നിങ്ങൾ ഉത്തരം പറയാൻ പാടുള്ളൂ. ഒരു ഹെൽപ്പും ചെയ്യരുത് കേട്ടോ. കണ്ണും കൈയും കാലൊന്നും പൊക്കിയേക്കരുത്. നിങ്ങൾ ചോദിക്കണം. അങ്ങനത്തെ ചോദ്യം ചോദിക്കണം. യെസ് ഓർ നോ ചോദ്യങ്ങൾ ചോദിക്കണം. സിസ്റ്റർ, ഇത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതോ വിശുദ്ധർ അങ്ങനത്തെ? ഓക്കെ സിസ്റ്റർ മറന്നുപോയി കേട്ടോ. മറന്നല്ല, നിങ്ങൾ കുറച്ച് വിശുദ്ധരാകാൻ ലക്ഷ്യം വെച്ച് നടക്കുന്നവരല്ലേ നിങ്ങൾ. അപ്പൊ സിസ്റ്റർ ഓർത്തായിരുന്നു നിങ്ങൾക്ക് വിശുദ്ധരെ നൽകാൻ, അത് വിശുദ്ധരെ പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പൊ ഇത് വിശുദ്ധരാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശുദ്ധരൊക്കെ ആയിരിക്കാം. ഓക്കെ, മൈക്ക് കൊടുത്തു. ഇനി നമുക്കിത് പിൻ ചെയ്യാം. ഓക്കെ, എല്ലാ വിശുദ്ധരുടെയും ചിത്രം ഇപ്പൊ മനസ്സിലൂടെ കടന്നു പോക്കോട്ടെ കേട്ടോ. റിയേ ഓർത്തോ, ഇഷ്ടമുള്ള വിശുദ്ധരായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നിൽക്കണേ. ജോബേ എന്താ കയറാത്തെ? ഹാർഡാണല്ലോ. ഓക്കെ, അപ്പോൾ ഇവർക്കറിയില്ല ഏത് വിശുദ്ധ മുടി പിടിച്ചോട്ടോ, ഏത് വിശുദ്ധരാന്ന് ഇവർക്കറിയില്ല. പക്ഷെ ആര് കാണുന്നത്? നിങ്ങൾ കാണുന്നു. തിരിഞ്ഞു കാണിച്ചു കൊടുത്തേ ആ വിശുദ്ധരെ. ഇഷ്ടമുള്ള വിശുദ്ധരാണോ? നിങ്ങളുടെ ഇഷ്ട വിശുദ്ധരല്ലേ? ഓക്കെ, കണ്ടല്ലോ എല്ലാവരും. ഇനി നിങ്ങൾ ഇവരെ സഹായിച്ചു കൊടുക്കണം. ആർക്ക് ആദ്യം നമ്മൾ ചാൻസ് കൊടുക്കുക കളിക്കാൻ? ജോബ്. ഓക്കെ, അപ്പൊ ജോബ് നിന്നോ. ഇനി ജോബിന്റെ ടൈം, ജോബ് ഓൺലി 10 ചോദ്യം ചോദിക്കാനാ
അനുവാദമുള്ളൂ കേട്ടോ. 10 ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഉള്ളിൽ ഉത്തരം പറയണം. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. ഇന്ത്യയിലാണോ? അല്ല. സന്യാസ ജീവിതം നയിച്ചിട്ടുണ്ടോ? യെസ് നോ എന്ന് പറയണം. Yes. ശരി കേട്ടോ. ചോദ്യം പെണ്ണാണോ? Yes. ഇന്ത്യയിൽ എപ്പോഴേലും എത്തിയിട്ടുണ്ടോ? നോ. No. മദർ തെരേസ വല്ലതും ആണോ? No. ചോദിച്ചോ മോന് മനസ്സിൽ വരുന്ന ചോദിച്ചോ. മനസ്സിൽ വരുന്ന ചോദ്യം ചോദിച്ചോ. എന്ത് വേണമെങ്കിലും ചോദിക്കാം. എന്താ വെച്ചാൽ 1900 മുമ്പ് മരിച്ചതാണോ? അതെ. അതെ. Yes. അറിയില്ലേ? ഒന്നും കൂടി ഒന്ന് ആരെങ്കിലും സഹായിച്ചു കൊടുക്കണോ? സിസ്റ്റർ സഹായിച്ചു തരണോ? ഒന്ന് ചോദിച്ചു നോക്കേ. ഇനി ഒരു 3 ചോദ്യം ഉണ്ട്. എന്തായാലും എന്ത് വേണേലും ചോദിക്കാമല്ലോ. 4 ചോദ്യം ഉണ്ടല്ലോ, നീ ചോദിച്ചോ. തെറ്റിയാലും ശരിയായാലും കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട. അറിവുണ്ടെന്നൊരു വിശ്വാസമല്ലേ. ചോദിച്ചോ. മരിച്ചതോ എവിടെ ജീവിച്ചതോ എങ്ങനെയാ എന്ത് വേണേലും ചോദിക്കാം നമുക്ക്. യൂറോപ്പിലായിരുന്നു? No. ഓക്കെ, നമുക്ക് അടുത്ത ചാൻസ് റിയക്ക് കൊടുക്കാം അല്ലേ. അയ്യോ അയ്യോ, ആശ്വാസമായി ജോബിന്. റിയ പേടിക്കൊന്നും വേണ്ട, കൂളായിട്ട്. ടൈം സ്റ്റാർട്ട്സ് നൗ. 10 ചോദ്യം. വിശുദ്ധനാണോ? No. ചാരിറ്റി വർക്കേഴ്സ് ആരെങ്കിലും അങ്ങനത്തെ ആണോ? Yes. ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? Yes. ഇനിയും ചോദിക്കാം. ഇനി 3 ചോദ്യം ആയിട്ടുള്ളൂ. 7 ചോദ്യമുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ജനിച്ച് വളർന്നിട്ട് അത് കഴിഞ്ഞിട്ട് പ്രായമായപ്പോൾ ഇന്ത്യയിലോട്ട് വന്ന ആളാണോ? Yes. മദർ തെരേസ? കറക്റ്റ് അല്ലേ? മദർ തെരേസയാണ് റിയയുടെ സെയിന്റ്. വെരി ഗുഡ്. ഓക്കെ, പിന്നെ ജോബിന് അറിയണ്ടേ ജോബിന്റെ സെയിന്റ് ആരാന്ന്? ജോബിന് അറിയണ്ടേ? അറിയണോ? ഒരു 2 ചോദ്യം അങ്ങനെ മിടുക്കനായിട്ട് ചോദിച്ചേ. എന്ത് വേണേലും ചോദിക്കാം. ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് അധികം വിഷമിപ്പിക്കാതെ കാണിച്ചു കൊടുക്കാം അല്ലേ. എന്നാൽ 2 പേര് വന്ന് ഇത് പിൻ ചെയ്ത് കൊടുത്ത് ഊരിക്കൊടുത്തേ. ഹൗസ് ഊരിക്കൊടുത്തിട്ട് കൊടുത്തു. ഇതാണ് ജോബിന്റെ സെയിന്റ്. കാണിച്ചു കൊടുത്തേ. ആരാ ജോബ്? അയ്യോ, കൊച്ചു ത്രേസ്യ അല്ലെ. അറിയുന്ന ഇഷ്ടമുള്ള വിശുദ്ധയാണോ? ഇഷ്ടമുള്ള വിശുദ്ധയാണ്. ഓക്കെ, നല്ലോണം 2 പേരും കളിച്ചു. ഒരു കയ്യടി കൊടുത്തേ. എന്നാൽ 2 പേർക്കും കൊടുക്കാം അല്ലേ നമുക്ക്. ഇത് ജോബിന്, ഇത് റിയയ്ക്കും. നല്ല കയ്യടി കേട്ടോ. വെരി ഗുഡ്. റിയെ, മനസ്സിലൂടെ എന്ത് ചിന്തയാ പോയത് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇരുന്നുകൊണ്ട് പറഞ്ഞു. ആദ്യം ചോദിച്ചപ്പോൾ ഈ ചാരിറ്റി വർക്കർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്രൊജക്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ കുറേ ചാരിറ്റി വർക്കേഴ്സിൻ്റെ പേരുണ്ട്. അതിൽ മദർ തെരേസ ഒരാളായിരുന്നു. പിന്നെ എനിക്ക് മദർ തെരേസൻ്റെ പേര് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എന്തൊക്കെ പുറത്ത് വളർന്നു വന്നിട്ട് അങ്ങനെ ആ ഒരു ലിങ്കിലൂടെ കടന്നു പോയത്. ഓക്കെ, ജോബിന് എന്താ പറ്റിയ? ബ്ലാങ്ക് ആയി പോയോ? സന്യാസ ജീവിതം നയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് കുറേ പേരിലോണ്ട് കൺഫ്യൂസ്ഡ് ആയി പോയി അല്ലേ. ഓക്കെ, എന്നാൽ നല്ലോണം നിങ്ങൾ കളിച്ചു. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോളം നമ്മൾ കുറേ ലോകവിജ്ഞാനം നേടിയാലും നമുക്ക് മുൻപേ ജീവിച്ചു പോയ നമ്മുടെ കൂട്ടുകാർ, നല്ല സഹോദരങ്ങളാണ്. ആര്? ഈ വിശുദ്ധരെല്ലാം. അപ്പോൾ ഇവരുടെ ജീവിതം കൂടുതൽ അറിയാൻ നമ്മൾ ശ്രമിക്കണം, പഠിക്കണം. എന്നിട്ട് ഇവരെ അനുകരിക്കാനും നമ്മൾ പ്രയത്നിക്കണം. ഓക്കെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ട വിശുദ്ധനെ കണ്ടെത്തിയില്ലേ? വിശുദ്ധരെ കുറിച്ച് അറിഞ്ഞാലേ അവരെ സ്നേഹിക്കാനും അനുകരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സെഗ്മെന്റിലൂടെ ഒരു പുതിയ കൂട്ടുകാരനെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. മക്കളെ, ഇന്ന് നിങ്ങളെ കാണാൻ സിസ്റ്റർ വരുവാന്ന് ഓർത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച ഏത് വിശുദ്ധനെയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തേണ്ടത്. അപ്പോഴാണ് ഈ കുഞ്ഞു മോൻ്റെ, ഈ കുഞ്ഞു മിടുക്കൻ്റെ മുഖം സിസ്റ്ററുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഇത് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിശുദ്ധനാണ് സിസ്റ്റർ. ഈ വിശുദ്ധൻ്റെ കഥ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ വിശുദ്ധനോട് ഒത്തിരി സ്നേഹവും അതുപോലെ തന്നെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. അവിടെ എഴുതിയിരിക്കുന്ന വായിച്ചോ നിങ്ങൾ? ബോയ് മാർട്ടിർ ഓഫ് ദ യൂക്രിസ്റ്റ്, വിശുദ്ധ കുർബാനയുടെ രക്തസാക്ഷിയാണ് ഈ കൊച്ചു മിടുക്കൻ. ഈ കൊച്ചു വിശുദ്ധന്റെ പേരാണ് സെയിന്റ് ടർസിസ്യൂസ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് സെയിന്റ് ടർസിസ്യൂസ്? 3rd സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് ഈ വിശുദ്ധൻ. ഈ വിശുദ്ധൻ
ജനിച്ചതിനെ കുറിച്ച് അധികം അറിവൊന്നും ഇല്ല. കാരണം ഈ വിശുദ്ധൻ ഒരു ഓർഫനായിരുന്നു. മാതാപിതാക്കളൊന്നുമില്ലാതെ ഈശോയെ സ്നേഹിച്ച് അങ്ങനെ അവിടെ കിട്ടുന്നതെല്ലാം കഴിച്ചും അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് അങ്ങനെ ഒരു സാധാരണ ആരോരുമില്ലാത്തൊരു പാവപ്പെട്ട മകനായിരുന്നു. നിങ്ങളെപ്പോലെ ഒരു കൊച്ചു മിടുക്കനായിരുന്നു ഇവൻ. ഹൂ വാസ് സെയിൻറ്റ് ടാർസിസ്യൂസ് എന്ന് ചോദിച്ചാൽ അവൻ എന്നും ദേവാലയത്തിൽ പോയി. അതായത് അന്ന് നമ്മളെപ്പോലെ വലിയ പള്ളികളൊന്നും ഇല്ല. റോഡ് സൈഡിൽ അവർ കുർബാന അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ചെറിയൊരു ഓൾട്ടറൊക്കെ കെട്ടി. അതുപോലെ നമ്മളെ പോലെ വലിയ വിശാലമായിട്ടൊന്നും ദേവാലയങ്ങളൊന്നും ആ സമയത്തില്ല. കാരണം റോമിൽ പീഡനം നടക്കുന്ന കാലമാണത്. ആ സമയങ്ങളിൽ പട്ടാളക്കാരൊക്കെ ക്രിസ്ത്യാനി ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യുകയും ഈശോയെ തള്ളി പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ആ മകൻ കടന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ രഹസ്യത്തിലൊക്കെ അവർ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നു. ഈ വിശുദ്ധൻ അറിയപ്പെടുന്ന എന്താണെന്നറിയോ? പേട്രൺ. ഹീസ് ദ പേട്രൺ സെയിന്റ് ഓഫ് ഓൾട്ടർ സെർവേഴ്സ്. കണ്ടോ നിങ്ങൾ? വിശുദ്ധ കുർബാന ചങ്കോട് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മകൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന് ഒരു അറിവ് ലഭിച്ചു. ജയിലറയിൽ മരണമടഞ്ഞ, അതായത് മരിക്കാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് വിശുദ്ധ കുർബാന എത്തിക്കണമെന്ന്. പക്ഷെ ആ സമയത്ത് ആർക്കും ധൈര്യമില്ലായിരുന്നു എന്ത് വിശുദ്ധ കുർബാന കൊണ്ടുപോയി ആ ജയിലിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ആ പുരോഹിതൻ ചോദിച്ചു, ആര് പോകും? ഈ കൊച്ചുമിടുക്കൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാൻ പോകുമെന്ന്. അതുകൊണ്ടാണ് ഈ കൊച്ചു വിശുദ്ധൻ അറിയപ്പെടുന്നത് വിശുദ്ധ കുർബാനയുടെ വിശുദ്ധൻ എന്ന്. അവൻ ധീരതയോടെ പോയി. ഇതൊക്കെയാണ് അവർ ബലിയർപ്പിച്ചിരുന്ന ആ കുർബാന നടന്നിരുന്ന സ്ഥലങ്ങളെല്ലാം. ഇവിടെയൊക്കെയാണ് അവർ ഒളിച്ചിരുന്നിരുന്നത്. പട്ടാളക്കാർ വരുമ്പോൾ പേടിച്ചൊളിച്ച് മാറി നിന്നിരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. കണ്ട ആ കൈ കണ്ടോ വിശുദ്ധൻ്റെ? അവൻ ആ ചങ്കോട് ചേർത്ത് വെച്ചിരിക്കുന്ന വിശുദ്ധ കുർബാനയാണ്. പലരും പറഞ്ഞു, മോനെ നീ പോണ്ട, നീ കുഞ്ഞല്ലേ, ജയിലിൽ പോയി വിശുദ്ധ കുർബാന കൊടുക്കാൻ മാത്രം നീ ആയിട്ടില്ല. പക്ഷെ അവൻ പറഞ്ഞു, ഇല്ല, വലിയവർ പോയി എന്ത് ചെയ്യും? പെട്ടെന്ന് പിടിക്കും എന്തോ. പക്ഷെ ഞാൻ കുഞ്ഞല്ലേ, ആരും അങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ല, ഞാൻ സൂക്ഷിച്ച് ഈശോയെ നെഞ്ചോട് ചേർത്ത് ഞാൻ അവിടെ ജയിലിൽ ആ വ്യക്തിക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞ് അവൻ ധൈര്യപൂർവ്വം അത് ഏറ്റെടുക്കുകയാണ്. അതുപോലെ തന്നെ അത് ഏറ്റെടുത്ത് ആ ഈശോയെ സ്വീകരിച്ച് അവൻ നടന്നുകൊണ്ട് പോകുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? എന്താ മുന്നോട്ട് സംഭവിച്ചതെന്ന് അറിയണ്ടേ? അവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊച്ചു കൂട്ടുകാർ കടന്നു വന്നത്. അപ്പോൾ അവർ ചോദിച്ചു, വാ നമുക്ക് കളിക്കാന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇല്ലില്ല, ഞങ്ങൾ കളിക്കുന്നില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ. ഇത് കൊടുത്തു വിടുന്ന പിക്ചറാണ് നമ്മൾ കാണുന്നത്. ആ പുരോഹിതൻ കൊടുത്തു വിടുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ നടന്ന് നീങ്ങുകയാണ്. നടന്ന് നീങ്ങുമ്പോൾ എന്താടാന്നൊക്കെ ചോദിച്ച് പലരും വരുന്നുണ്ട്. അവന് കാഷ്വലായിട്ട് ഒന്നുമില്ല എന്ന് വെച്ച് നടക്കുന്ന സമയത്താണ് കണ്ടോ വീണ എടുക്കുന്ന കണ്ടോ. കൂട്ടുകാർ വന്നിച്ചു, വാ കളിക്കാന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല, എനിക്ക് തിരക്കായിട്ട് പോണോന്ന് പറഞ്ഞു. പക്ഷെ അവർ കുറെ ഉന്തി തള്ളി വാടാന്നൊക്കെ പറഞ്ഞ് അവനെ അടിച്ചടിച്ച് ഒരു പരുവാക്കി കഴിഞ്ഞപ്പോഴാണ് ആ പട്ടാളക്കാരൻ കടന്നു വരുന്നത്. പട്ടാളക്കാരൻ കടന്നു വരും. അവനൊരു ക്രിസ്ത്യാനിയായിരുന്നു ആ പട്ടാളക്കാരൻ. അവൻ ആ പട്ടാളക്കാരനോട് പറയുകയാണ്, എൻ്റെ കയ്യിലുള്ളത് എന്താണ്? വിശുദ്ധ കുർബാന. എന്നെ എൻ്റെ കൂട്ടുകാരടിച്ചു. കൂട്ടുകാരായിട്ട് കാര്യമില്ല, അവർ മനസ്സിലാക്കിയില്ല എന്നെ. അവർ ക്രിസ്ത്യാനികളല്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി എന്ത്? ഈ ചങ്കോട് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്തോ ഒരു രഹസ്യമായ കാര്യമാണ്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ കൂട്ടുകാരും ശത്രുക്കളും എല്ലാവരും കൂടി ഒന്നിച്ച് ആ പിള്ളേർ സംഘം, ആ ഗ്യാങ് മൊത്തം അവനെ എന്ത് ചെയ്തത്? അടിച്ചത്. അപ്പോൾ ആ പട്ടാളക്കാരനോട് അവൻ പറഞ്ഞു, ഈ ഈശോയെ ജയിലറയിൽ മരിക്കാനായി കിടക്കുന്ന ആ വ്യക്തിക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന്. എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അടിയേറ്റാലും ഞാൻ വീണാലും ഒരു നായനെ പോലെ എന്നെ അവൻ അടിച്ച് പിച്ച് ചീന്തിയാലും എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. എൻ്റെ ഈശോ ചങ്കോട് ചേർത്ത് ഞാൻ എൻ്റെ ഈശോയെ സൂക്ഷിച്ചിട്ടുണ്ട്. അവൻ ആ പട്ടാളക്കാരന് ഈശോയെ കൊടുത്തു. ആ തിരുവോസ്തി കൊടുത്തിട്ട് ഇതവരെത്തിക്കണമെന്ന് പറഞ്ഞു. നിന്നിട്ട് അത് കഴിഞ്ഞ് അവൻ നാട്ടുകാരെല്ലാം കൂടി അവനെ സംസ്കരിക്കുന്ന രംഗമാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അവൻ ഈശോയോട് സംസാരിക്കുന്നു. എന്നിട്ട് എല്ലാവരും കൂടി അവനെ പ്രാർത്ഥിച്ചൊരുക്കി കബറിടത്തിൽ അവനെ സംസ്കരിക്കുന്നു. മക്കളെ, ഈ വിശുദ്ധൻ അറിയപ്പെടുന്നത് എന്താണെന്നറിയോ? പേട്രൺ ഓഫ് ഓൾട്ടർ സെർവേഴ്സ്. അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന മക്കളുടെ വിശുദ്ധനാണ്. അതുപോലെ തന്നെ ആദ്യ കുർബാന നിങ്ങളൊക്കെ ആദ്യ കുർബാന സ്വീകരിച്ചവരല്ലേ? അല്ല, കഴിഞ്ഞവരും ഉണ്ട്, കഴിയാത്തവരും ഉണ്ട്. ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻസിൻ്റെ പേട്രൺ സെയിൻ്റ് ആണ്. ഈ വിശുദ്ധനോടാണ് അൾത്താരയിൽ കയറുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായി കൊതിയോടെ ഒരുങ്ങുന്ന മക്കളെല്ലാവരും ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കണം.
നമ്മൾ ആരെങ്കിലും ചെയ്യുമോ അങ്ങനെ? നമ്മുടെ കൂട്ടുകാർ കളിക്കാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വാ നമ്മളെ അടിപിടിയൊക്കെ കൂടുമ്പോൾ ആയി എന്താ എൻ്റെ കയ്യിലുള്ളത്? വിശുദ്ധ കുർബാനയാണ്, എൻ്റെ സ്വന്തം ഈശോയാണ് എൻ്റെ കൂടെയുള്ളതെന്ന് മനസ്സിലാക്കി അവൻ ചങ്കോട് ചേർത്ത് ഈശോയെ ഒട്ടും വേദനിപ്പിക്കാതെ ജീസസ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഈശോയെ ഭദ്രമായി ആ സോൾജറുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൻ ശാന്തമായി മരണമടഞ്ഞു. ഈ വിശുദ്ധൻ്റെ കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ല. ഒരു പോപ്പാണ്, സെയിൻറ്റ് ഡമാസ്കസ് എന്ന പോപ്പാണ് ഈ വിശുദ്ധനെ ലോകത്തിലേക്ക് സമ്മാനിച്ചത്. വിശുദ്ധനാണ്, ഈ പോപ്പാണ് വിശുദ്ധനെ കുറിച്ച് പറഞ്ഞതും ലോകത്തിനെ അറിയിച്ചതും. ഇത്രയും ഫേമസ് ആയി ഇപ്പം നമ്മുടെ ഇന്ത്യയിലില്ലെങ്കിലും യൂറോപ്പിലെല്ലാം അറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ് സെയിൻറ്റ് ടാർസിസ്യൂസ്. അപ്പോൾ ഈ വിശുദ്ധനെ കുറിച്ച് കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ക്ലെയർ എന്താ തോന്നുന്നേ? നമ്മളും ഇങ്ങനെ നല്ല വിശുദ്ധമായി ജീവിക്കണം അല്ലേ? നമ്മൾ എന്താ ഓർക്കുക? വലിയ വലിയ വ്യക്തികളായി കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധ അല്ല മക്കളെ, കുഞ്ഞിലേ തൊട്ട് നമ്മൾ തുടങ്ങണം. കുഞ്ഞിലേ തൊട്ട് വിശുദ്ധരായി ജീവിക്കുവാൻ നമ്മൾ പഠിക്കണം. വലിയവർക്ക് മാത്രമല്ല, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ എനിക്കും പറ്റുമെന്ന് വലിയ ആത്മവിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. പിന്നെ പ്രത്യേകിച്ച് മറക്കരുത്, സെയിൻറ്റ് ടാർസിസ്യൂസ് ഈ വിശുദ്ധനോട് എന്നും നിങ്ങൾ പ്രാർത്ഥിക്കണം. അൾത്താര ശുശ്രൂഷകരുടെയും ആദ്യ കുർബാന സ്വീകരണക്കാരുടെയും പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ടാർസിസ്യൂസിനോട് പ്രത്യേകമായി അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങി നമുക്ക് സ്വന്തമാക്കാം. അതുപോലെ തന്നെ വിശുദ്ധരുടെ സ്വർഗീയ സംഗീതത്തോട് ചേർന്ന് നമുക്കും ദൈവത്തെ പാടി സ്തുതിക്കാം. ഈശോ എൻ്റെ നല്ല കൂട്ടുകാരനാന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് ഈശോയെ പാടി സ്തുതിക്കാൻ പോവാം. പാട്ട് പാടിയാലോ? സിസ്റ്റർ പാടിത്തരാം. യേശു മേരാ ദോസ്ത്, യേശു മേരാ മാസ്റ്റർ, യേശു മേരാ രാജാ, യേശു മേരാ സർവസ്വ, യേശു മേരാ ദോസ്ത്, യേശു മേരാ മാസ്റ്റർ, യേശു മേരാ രാജാ, യേശു മേരാ സർവസ്വ. 0 0 0 मैं तुम 0 हीरो 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 യേശു മേരാ ഹീറോ.
ഓൾഡ് ഏജ് ഹോമുകളിലും വീടുകളിലുമായിരിക്കുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും കരയുകയാണ്. എല്ലാം നല്ലതിനായി നമുക്കെല്ലാം നല്ലതിനായി ദൈവം ലോകത്തിൽ നൽകിയ ദാനങ്ങളെല്ലാം നല്ലതിനായി. അനക്കറിയോ ആമിനല്ലാണ്ട് കെട്ടു പോലും വിളിച്ചില്ല. ഇതാണ് നമ്മുടെ ഗെയിം. എന്നീശോയെ